ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രെറ്റി ടോക്സ്. സോഷ്യൽ മീഡിയയിലെ ആനുകാലിക വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും സുപരിചിതയാണ് സീതാലിസം എന്ന യൂട്യൂബ് ചാനലിലെ ശീതള്. ഈ ശീതളുടെ ഇരട്ടത്താപ്പിനെ വിമർശിച്ചവർക്ക് ഒരു മറുപടി എന്നോണം ശീതള് അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കാണാം. കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് വീഡിയോ ഇപ്പോഴേ സ്കിപ്പ് ചെയ്തു പോകാം. അല്ലാത്തവർ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാം. അപ്പൊ കേൾക്കാൻ താല്പര്യമുള്ളവരെ ശ്രദ്ധിച്ച് ഈ വീഡിയോ മുഴുവനായും കാണണമെന്നാണ് ശീതൾ പറഞ്ഞത്. കേൾക്കാൻ നല്ല താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ശ്രദ്ധിച്ച് തന്നെ കാണുന്നു. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ശീതളിനെ പോലെ തന്നെ എനിക്കുമുള്ളത് കൊണ്ട് എന്റെ അഭിപ്രായങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു ചേട്ടൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നുണ്ട്. ചാനലിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അവരുടെയൊക്കെ ആവശ്യം അതാണ്, അവർക്കൊക്കെ കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ളത്. ശീതളിനെ വിമർശിച്ച് വീഡിയോ ചെയ്ത ആളുടെ പേര് ശീതൾ പറയാത്തത് അവർക്കൊക്കെ ആവശ്യം കൂടുതൽ പബ്ലിസിറ്റി ആയതുകൊണ്ട് ഇനി ശീതളായിട്ട് ആ പേര് പറഞ്ഞ് അവർക്ക് കുറച്ചും കൂടി പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഒന്ന് ചോദിക്കട്ടെ ശീതളെ, ഈ സീതാലിസം എന്ന് പറഞ്ഞ ചാനല് ശീതൾ തുടങ്ങിയപ്പോ തന്നെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഉണ്ടായിരുന്നോ? 100, 1000, 10,000 എന്നിങ്ങനെയൊക്കെ തന്നെയല്ലേ ശീതളിനും വ്യൂസും സബ്സ്ക്രിപ്ഷനും ഒക്കെ കൂടി ഇപ്പോൾ ഉള്ള ഈ പബ്ലിസിറ്റിയിലേക്ക് ശീതളും എത്തിയത്. അപ്പൊ പബ്ലിസിറ്റി എന്ന് പറയുന്നത് ശീതളിന് കിട്ടിയത് പോലെ തന്നെ എല്ലാവർക്കും കിട്ടണ്ടേ? അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വ്ലോഗ് ചെയ്യുക എന്നത് ചിലരുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ. ഇനി ശീതളിനെ വിമർശിച്ച് വീഡിയോ ചെയ്ത ആ ആളുടെ വീഡിയോയില് അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഉണ്ടെങ്കിൽ അത് കൂടുതൽ പേരിലേക്ക് എത്തിയാൽ ശീതളിന് എന്തെങ്കിലും ക്ഷീണം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണോ എന്നും അറിയില്ല ശീതൾ ആ ചാനലിന്റെ പേര് പറയാത്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോ, ശീതളിന് കിട്ടുന്ന അത്ര പബ്ലിസിറ്റി ഒന്നും തൽക്കാലം അയാൾക്ക് ഉണ്ടാവില്ല, പേടിക്കേണ്ട. അവരുടെ ജീവിതമാർഗമാണ് അത്. അതുകൊണ്ട് ഞാനൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പോലും കൊടുക്കില്ല. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ പേർക്ക് കൊടുക്കാം. എന്റെ വീഡിയോ കണ്ടമാനം ഉപയോഗിക്കുന്ന ആളുകൾ ഈ എച്ചി എന്നും എച്ചി തന്നെയാണെന്ന് പറയുന്ന പോലെയാണല്ലോ ശീതളെ നിന്റെ കാര്യം. എല്ലാ റിയാക്ഷൻ വ്ലോഗേഴ്സും ചെയ്യുന്ന കാര്യം തന്നെയാണ് ശീതളും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ വരുന്നൊരു ടോപ്പിക് എടുത്തു വെച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് നമ്മുടേതായ രീതിയിൽ അതിനെ വാർത്തെടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുകയാണ്. ഇത് തന്നെയാണ് ശീതളും ചെയ്യുന്നത്. അല്ലാതെ 100% നിങ്ങളുടെ ഓൺ ക്രിയേഷൻസ് ഇട്ടിട്ടല്ലല്ലോ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പൊന്നു ശീതളെ, ചിരിപ്പിക്കല്ലേ. വല്ലവരുടെയും കണ്ടന്റ് എടുത്ത് അഭിപ്രായം പറഞ്ഞ് കാശുണ്ടാക്കുന്ന നമ്മളൊക്കെ, അതായത് ഈ റിയാക്ഷൻ വ്ലോഗേഴ്സ് എല്ലാവരും ഇനി അതിനും കൂടി കോപ്പിറൈറ്റ് കൊടുക്കാൻ നിൽക്കുകയാണോ? ഈ ഇലനക്കിപ്പട്ടിയുടെ ചിറുനക്കിപ്പട്ടി ആവുക എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഇതിനെ പറ്റിയാണോ ശീതളെ? എന്തായാലും നമുക്ക് ശീതളുടെ വീഡിയോയിലെ ബാക്കി കുറച്ച് ഭാഗങ്ങളും കൂടി കാണാം. അല്ലാതെ എന്നെ ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഒരുപാട് പേരതൊക്കെ എടുക്കുന്നുണ്ട്. അത് അവരുടെയൊക്കെ ജീവിതമാർഗം, അവർ തിന്നോട്ടെ, കുഴപ്പമില്ല. ഒരു $10-15 അതിൽ നിന്ന് ആ ചേട്ടനും കിട്ടിയിട്ടുണ്ടായിരിക്കും, കഴിച്ചോട്ടെ. അതിൽ പക്ഷേ പ്രസക്തമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അതിന്റെ കമന്റ് ബോക്സിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ സ്വന്തം പല്ലിട കുത്തി നാറ്റിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അതാണ് ഇപ്പൊ ശീതൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശീതൾ ഇപ്പൊ പറഞ്ഞല്ലോ ശീതളിനെ ഉപയോഗിച്ച് പലരും തിന്നുന്നുണ്ടെന്നുള്ളത്. ശീതളും ചെയ്യുന്നത് അത് തന്നെയാണ്. പലരെ കുറിച്ചും റിയാക്ഷൻ വീഡിയോകൾ ചെയ്ത് തന്നെയാണ് ശീതളും പൈസ ഉണ്ടാക്കുന്നത്. പറഞ്ഞു വരുമ്പോ പിണറായി വിജയനെ വിറ്റിട്ടാണ് ശീതളും ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ CPM-നെ വിറ്റിട്ടെന്ന്. കാരണം അവരെ റിയാക്ട് ചെയ്ത് ശീതളും ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ശീതളിനെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞപ്പോ അവരെ കുറ്റം പറഞ്ഞ് സ്വയം നല്ല പിള്ള ചമയണോ എന്റെ ശീതളെ? പ്രഹസനത്തിന് വേണ്ടി, പ്രദർശനത്തിന് വേണ്ടി വെച്ച് കെട്ടിക്കൊണ്ട് ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന സ്ത്രീകളെ പറ്റി ഞാൻ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മില്യൺ കണക്കിന് ഓടിയിട്ടുള്ള വീഡിയോകളുമാണ്. ഇപ്പോഴും നമ്മുടെ ചാനലിൽ ഇതൊക്കെ കിടക്കുന്നുമുണ്ട്. എന്തിനാണ് ഇല്ലാത്ത ഒരു സാധനം അല്ലെങ്കിൽ ഉള്ള ഒരു സാധനം പെരുപ്പിച്ച് കാട്ടി ഒരു പൊതുപരിപാടിക്ക് പോകുമ്പോൾ അവിടെ അത് പ്രദർശിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ തുണി മാറ്റിക്കൊണ്ട് മനുഷ്യരെ കാണിച്ച് മനഃപൂർവ്വം കാണിച്ച് പണം ഉണ്ടാക്കുന്ന രീതിക്ക് അന്നും ഇന്നും ഞാൻ എതിരാണ്. അപ്പൊ ശരീരം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്നതിനെതിരെ അന്നും ഇന്നും ശീതള് എതിരാണെന്നാണ് ശീതള് പുതിയ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നത്. ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ശീതള് തന്റെ വീഡിയോയിൽ നിഷ്പക്ഷമായാണ് വീഡിയോകൾ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടി സീതാലിസം ചാനലിലൂടെ ശീതള് ചെയ്യുന്ന വീഡിയോകളിൽ പക്ഷഭേദം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിയാക്ഷൻ വ്ലോഗേഴ്സ് ഇവർക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷനിൽ ശീതളിന്റെ ചാനൽ മുന്നേ കണ്ടിരുന്നവര് ശീതളിന്റെ ഈ പക്ഷഭേദ സ്വഭാവം കാരണം ഇപ്പൊ ആ ചാനൽ കാണാറില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് കമന്റും ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ കൂടി കണ്ടപ്പോൾ ശീതൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് ക്ലാരിഫിക്കേഷൻ എന്നോണാണ് പുതിയൊരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോന്റെ അകത്ത് ശീതൾ പറയുന്നുണ്ട് ശരീരഭാഗം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്നതിനോട് ശീതൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ അവിടെയും ശീതൾ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ട്. ആ ഇരട്ടത്താപ്പ് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. പ്രധാനമായിട്ടും ആക്ഷേപം എനിക്ക് നേരെ ഉന്നയിക്കുന്നത്, മഞ്ജു പിള്ളയുടെ മകളുടെ കാര്യം വന്നപ്പോൾ ശീതൾ ഇരട്ടത്താപ്പ് കാണിച്ചു.
അതെ, ഇരട്ടത്താപ്പ് എന്നതാണ് എനിക്ക് നേരെ ഉയരുന്ന ഒരു ആക്ഷേപം. മഞ്ജു പിള്ളയുടെ മകളും ഞാനും തമ്മിൽ യാതൊരു സൗഹൃദമോ ഞങ്ങൾ നേരിട്ട് വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ പോലും അല്ല. എൻ്റെ ബന്ധുവല്ല അവരെ വെളുപ്പിക്കേണ്ട കാര്യം എനിക്കില്ല, അവരെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം എനിക്കില്ല, എനിക്ക് അവർ ചെലവിന് പൈസ ഒന്നും തരുന്നില്ല. അതുപോലെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് പറയാം. ഈ മഞ്ജു പിള്ളയുടെ മകളുടെ കാര്യത്തിൽ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറയുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തി കേൾക്കുന്ന ആളുകൾക്കാണെങ്കിൽ, മനസ്സിലാക്കി കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകും. അവരുടെ പ്രൊഫഷനാണത്. അവരൊരു ഇന്റർനാഷണൽ ലെവലിലുള്ള മോഡലിങ്ങുകളാണ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട പേജുകളിലാണ് അവർ ആ ഫോട്ടോകൾ ഷെയർ ചെയ്യുന്നത്. അവരുടെ തൊഴിലാണത്. അവർ ആ രീതിയിലുള്ള ഒരു വസ്ത്രധാരണം നടത്തിക്കൊണ്ട് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ, ഒരു സ്കൂളിൽ വരികയായിരുന്നെങ്കിൽ, ഒരു ഇന്റർവ്യൂവിന് വരികയായിരുന്നെങ്കിൽ തീർച്ചയായും അവരെ വിമർശിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ഉണ്ടായേനെ. അതിൽ യാതൊരു സംശയവും. അപ്പൊ കേട്ടല്ലോ, ഇതാണ് ശീതളിന്റെ കാഴ്ചപ്പാട്. ഇത് തന്നെയാണ് ഇരട്ടത്താപ്പും. മഞ്ജു പിള്ളയുടെ മകള് ഇന്റർനാഷണൽ ലെവലിൽ മോഡലിംഗ് ചെയ്യുന്നത് അവരുടെ തൊഴിലാണത്രേ. ആയിക്കോട്ടെ, ഈ തൊഴിൽ ചെയ്യുമ്പോൾ പൈസ കിട്ടുന്നുണ്ടല്ലോ, അല്ലാതെ പുണ്യപ്രവർത്തിക്കൊന്നും അല്ല ദയാ സുജിത്ത് മോഡലിംഗ് ചെയ്യുന്നത്. ഏതോ ഒരു ഡിസൈനർ അവരുടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്ത് അത് ജനങ്ങളിലേക്ക് ഈ ദയാ സുജിത്ത് വഴി എത്തിക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും പണം ലഭിക്കുന്നുണ്ട്. അപ്പൊ പണത്തിന് വേണ്ടി തുണി ഊരുന്നതിനോട് അന്നും ഇന്നും അനുകൂലിക്കുന്നില്ല എന്ന് ശീതള് പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണ്? ശീതള് തന്നെയല്ലേ ദയയെ സപ്പോർട്ട് ചെയ്തത്? ഇവിടെ അല്പവസ്ത്രം ധരിച്ചും വെച്ച് കെട്ടിയുമെല്ലാം ഉദ്ഘാടനത്തിന് വരുന്നവരും അവരുടെ തൊഴിൽ തന്നെയാണ് ചെയ്യുന്നത്. പണത്തിന് വേണ്ടി ദയ ഇന്റർനാഷണൽ ലെവലിൽ കാണിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടുത്തെ ടാവട്ടത്തിൽ കിടന്ന് ഇവരെ കൊണ്ടാവുന്ന രീതിക്ക് അവരും ചെയ്യുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ അല്പവസ്ത്രധാരികളായ സ്ത്രീകളിൽ നിന്നും ദയയ്ക്ക് വരുന്ന വ്യത്യാസം? അതോ ഇന്റർനാഷണൽ ലെവലിൽ തുണി ഊരിയ അത് ഊരലല്ലേ? പിന്നെ ശീതള് പറയുന്നത് ദയ അവരുടേതായ ആ സ്പേസിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അതായത് മോഡലിംഗ് ചെയ്യുന്നതും അത്തരത്തിലുള്ള ഫോട്ടോസ് ഇടുന്നതും ഒക്കെയാണ്. ദയയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുള്ള കാര്യം ശീതളിന് അറിയോ? അതിൽ മാറിയുടെ മുഴുവൻ കാണിച്ചാണ് മിക്കപ്പോഴും ആ കുട്ടി മേക്കപ്പ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ലേ ശീതളെ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ശീതള് കാണാത്തത്, അല്ലെങ്കിൽ അത് മനഃപൂർവ്വം അവഗണിക്കുന്നത്? ഇതൊക്കെ കാണുമ്പോഴാണ് ശീതളിന് ഇരട്ടത്താപ്പാണ്, പണമുള്ളവരോട് ഒരു രീതി, ഇല്ലാത്തവരോട് മറ്റൊരു രീതി എന്നൊക്കെ കാണുന്നവര് പറഞ്ഞു പോകുന്നത്. എനിക്ക് ഇന്നയാൾ, ഇന്ന പാർട്ടിയിൽപ്പെട്ട ആൾ, ഇന്ന ജാതിയിൽപ്പെട്ട ആള്, പൈസ ഉള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിന്? അവരുടെ പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഞാൻ സ്വീകരിക്കുന്നുണ്ട്, അത് ഞാൻ വായിട്ട് അലച്ചിട്ടാണ്. അത് ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കേൾക്കുന്നത് കൊണ്ടാണ് യൂട്യൂബ് തരുന്ന പൈസ ഞാൻ വാങ്ങിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാറില്ല. പിന്നെ ശീതള് പക്ഷഭേദം കാണിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല ശീതളെ. പിണറായി വിജയനും മോളും മൂക്ക് പിഴിഞ്ഞിട്ടത് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ശീതളിന് പക്ഷേ ചില ആൾക്കാരെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ഭയങ്കര പേടിയാണ്. അതിനൊരു ഉദാഹരണമാണ് ശോഭ സുരേന്ദ്രൻ. ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ഉൾപ്പെടെ ഇക്കണ്ട പുകില് മുഴുവനും അവരുണ്ടാക്കി വെച്ചിട്ടും അവർക്കെതിരെ ഒരു വീഡിയോ പോലും ശീതള് ചെയ്തിട്ടില്ല. നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിന്റെ മകൾ ഹൻസിക കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ എടുത്തവർക്കായി തുണിയൊരി കാണിച്ച് വിവാദമായ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സിന്ധു കൃഷ്ണയുടെ മറുപടിക്കായി ഒരു ദിവസം ശീതള് ഈ സിന്ധു കൃഷ്ണയെ ഫോണിൽ വിളിച്ച് കാത്തിരുന്നത്രേ. ഈ സിന്ധു കൃഷ്ണയുടെ മറുപടി ലഭിക്കാതായപ്പോഴാണ് ആ വിഷയത്തെ കുറിച്ചിട്ട് എന്റെ വായിൽ പഴവുമല്ല, എനിക്ക് പറയാൻ മടിയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശീതൾ ഒരു വീഡിയോ ചെയ്തത്. സാധാരണ ഇത്തരം വിഷയങ്ങളിൽ, അതായത് പെൺകുട്ടികൾ തുണി ഊരി കാണിക്കുന്ന വീഡിയോകൾ ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലേക്ക് വിളിച്ച് യാഥാർത്ഥ്യം എന്താണെന്ന് അന്വേഷിച്ച് മെനക്കെടാനൊന്നും ശീതൾ ശ്രമിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന വാർത്തകളും പിന്നെ ശീതളിന്റേതായ അഭിപ്രായങ്ങളും കൂട്ടിച്ചേർത്ത് ശീതൾ പറഞ്ഞ പോലെ തന്നെ വായിട്ടലച്ച് അത് അവതരിപ്പിക്കുകയാണ് പതിവ്. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം ഞാൻ സ്വീകരിക്കുന്നുണ്ട്, അത് ഞാൻ വായിട്ട് അലച്ചിട്ടാണ്. അത് ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ കേൾക്കുന്നത് കൊണ്ടാണ് യൂട്യൂബ് തരുന്ന പൈസ ഞാൻ വാങ്ങിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാറില്ല. പൈസയ്ക്ക് വേണ്ടി ശീതൾ എന്തും ചെയ്യും എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പക്ഷഭേദം കാണിക്കുന്നത് ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും. ഇത് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ മാത്രമല്ല, നിങ്ങളുടെ വീഡിയോസ് കാണുന്ന നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയാണ്. നിങ്ങളുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ അത് മനസ്സിലാവുകയും ചെയ്യും. ശീതളിന്റെ വീഡിയോയിൽ ശീതൾ ശ്രദ്ധയോടെ വീഡിയോ കാണാൻ പറഞ്ഞു. ഞാൻ അത് ശ്രദ്ധയോടെ കണ്ടു. എനിക്ക് തോന്നിയ ചില സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു. എന്റെ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നും അറിയില്ല. കാരണം ശീതൾ പറഞ്ഞ പോലെ തന്നെ, ശീതൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെയൊക്കെ ചെറിയ ചാനലാണ്. ചിലപ്പോൾ ശീതൾ വിചാരിക്കുന്നുണ്ടാവും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശീതളിനോട് ഇതൊക്കെ നമ്മൾ പറയുന്നത് എന്നുള്ളതും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് പറയാനുള്ള, ശീതൾ മറ്റുള്ളവരെ കുറിച്ച് എന്ത് പറയുന്നു അതുപോലെ തന്നെ നമ്മൾ കാണുന്ന കാര്യങ്ങളെ പറ്റിയുള്ള പറയാനുള്ള അധികാരം നമുക്കുണ്ട്, സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ശീതൾ മനസ്സിലാക്കുക. അതിനിങ്ങനെ വില കുറഞ്ഞ രീതിയിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ റിയാക്ട് ചെയ്യുന്നത്, ശീതൾ മാത്രം എല്ലാ കാര്യങ്ങളും സത്യസന്ധമായി അവതരിപ്പിക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ ശീതളിനുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളായ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യണേ. പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം.